വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബി അറബിക്ക് ബ്ലോക്ക് 3 യൂണിറ്റ് 2 ഖസീദത്തു ഇറാദത്തിൽ ഹയാത്ത് ലി അബുൽ ഖാസിം അഷ്ശാബി. ആദ്യം നമുക്ക് അബുൽ ഖാസിം അഷ്ശാബിയെ നോക്കാം. അബുൽ ഖാസിം അഷ്ശാബി ഹുവ അഹദു അഹമ്മി ശുഅറാഇൽ അദബിൽ അറബിൽ ഹദീസ്. വളരെ പ്രധാനപ്പെട്ട ആധുനിക കാലഘട്ടത്തിലെ കവികളുടെ കൂട്ടത്തിലൊരു കവിയാണ് അബുൽ ഖാസിം അഷ്ശാബി. വശാഇറൻ തുനുസിയൻ ബാരിസൻ, വളരെ പ്രൊമനൻ്റ് ആയിട്ടുള്ള ടുണീഷ്യൻ പോയറ്റാണ്. ഉലിദ ഫി 24 ഫെബ്രുവരി 1909 ഫെബ്രുവരി 24 ജനിച്ചു. വതൂഫിയ ഫി 9 ഒക്ടോബർ 1930 മിലദിയ. 1934 ഒക്ടോബർ 9 അദ്ദേഹം മരണപ്പെട്ടത്. യുഅ്തബറു അഷ്ശാബി വാഹിദൻ മിൻ റുവാദി ശിഅ്റിൽ ഹദീസ് ഫിൽ ആലമിൽ അറബി. അറബ് ലോകത്തെ ആധുനിക കവികളിലെ റായിദുമാരിൽ ഒരാളായിട്ട് ഷാബി കണക്കാക്കപ്പെടുന്നു. വക്കാന ലഹു തഅ്സീറുൻ കബീറുൻ അലൽ അദബിൽ അറബി വൽ ഉദബാഇ അല്ലദീന തലഖൗ ഇൽഹാമൻ മിൻ അഅമാലിഹി. അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ടായിട്ടുണ്ട് അറേബ്യൻ സാഹിത്യത്തിലും അറേബ്യൻ സാഹിത്യകാരന്മാർക്കിടയിലും. അദ്ദേഹത്തിൻ്റെ ഓരോ വർക്കുകളെയും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് അവർ അതിനെ ഏറ്റെടുത്തിട്ടുള്ളത്. ഉസ്ലൂബു ഷാബി ശിഅരി മുമയ്യസൻ വ മുതനവ്വിഅൻ. അദ്ദേഹത്തിൻ്റെ ശൈലി വളരെ വ്യതിരിക്തമായതും വൈവിധ്യമായതുമാണ്. ഹൈസും തസജത് ഫി ഖസായിദിഹി മുഖവ്വനാത്തിൻ മുഖ്തലിഫ മിസ്ലു അൽ വിജ്ദാനിയ വൽ വതനിയ വൽ ഇജ്തിമാഇയ വൽ റൊമാൻസിയ. അദ്ദേഹത്തിൻ്റെ കവിതയിൽ വ്യത്യസ്തങ്ങളായ ഘടകങ്ങളെ കൂട്ടിഘടിപ്പിച്ചുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുള്ളത്. ഏതൊക്കെ? ചിലത് വിജ്ദാനിയുണ്ട്, വൈകാരിക തലങ്ങളുണ്ട്, അതേപോലെ വതനിയുണ്ട്, ദേശീയതയുണ്ട്, ഇജ്തിമാഇയ സോഷ്യൽ മാറ്ററുകളുണ്ട്, റൊമാൻറ്റിസമുണ്ട്. كتب قصائد تعبق بالجمال والشاعرية والعواطف العميقة. അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുള്ളത് ഭംഗിയും കവിത്വവും വൈകാരികതയുമെല്ലാം, ആഴമേറിയ വൈകാരികതയുമെല്ലാം തുളുമ്പി നിൽക്കുന്ന രൂപത്തിലാണ്. വകാന ലഹു ഖുദ്റ ഫായിഖ അല തഅബീർ അൻ മശാഇരിൽ ഹുബ്ബി വൽ അമലി വൽ അലം. വേദന, അതേപോലെ പ്രതീക്ഷ, പ്രണയം, ഇത്തരം ഇമോഷനുകളെ ആവിഷ്കരിക്കുന്നതിൽ ഉയർന്ന കഴിവ് തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഖസീദത്തുൽ ലഹ്നുൽ ഹയാത്ത് ഹി വാഹിദത്തു മിൻ അശ്ഹരി ഖസായിദിഹി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കവിതയിലാണ് പെട്ടതാണ് ഈ പറഞ്ഞ ഇറാദത്തുൽ ഹയാത്ത് എന്ന് പറയുന്ന, ലഹ്നുൽ ഹയാത്ത് എന്ന് പറയുന്ന ഈ കവിത. വ അക്സറുഹ ശുഹ്റ, ഏറ്റവും അധികം പ്രസിദ്ധിയാർജിച്ചിട്ടുള്ള കവിതയും അത് തന്നെയാണ്. തുഅബ്ബിറു ഹാദിഹിൽ ഖസീദ അൻ റൂഹി സൗറ വൽ അമലി ഫി തഗ്യീരിൽ വാഖഇ. ഈ നിലവിലുള്ള യഥാർത്ഥത്തിലെ റിയലായ മാറ്റങ്ങളിലുള്ള പ്രതീക്ഷയും അതേപോലെ തന്നെ വിപ്ലവത്തിൻ്റെ ചൈതന്യവുമൊക്കെയാണ് ഈ കവിതയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതേപോലെ വസ്സഅഇ നഹ്വൽ ഹയാത്തിൽ അഫ്ദൽ, ഏറ്റവും സുന്ദരമായ ജീവിതത്തിലേക്ക് എങ്ങനെ മുന്നേറാം എന്ന ആ പ്രയത്നത്തെക്കുറിച്ചുമെല്ലാം ഈ കവിതയുടെ അദ്ദേഹം അവതരിപ്പിക്കുന്നു. അതിൽ തന്നെ അൽ ബൈത്തു ഷഹീർ, പ്രസിദ്ധമായ വരി, ഇദ ശഅബു യൗമൻ അറാദൽ ഹയാത്ത് ഫലാ ബുദ്ദ അൻ യസ്തജീബൽ ഖദർ എന്ന വരിയാണ്. അസ്ബഹ റംസൻ ലിത്തഹ്ഫീസ് ലിത്തഗ്യീരി വന്നിളാലി. ഈ വരി പിന്നീട് ഒരു സിമ്പലായി മാറി. എന്തിൻ്റെ? മോട്ടിവേഷൻ്റെയും മാറ്റങ്ങളുടെയും സംഘടനകളുടെയും മിനജലി തഹ്ഖീഖിൽ അഹ്ദാഫ്, ലക്ഷ്യം നേടിയെടുക്കുന്നിടത്തുള്ള സമരമുഖത്തെ ഒരു സിമ്പലായിട്ട് ഈ വരി മാറുന്നുണ്ട്. വക്കാന ഹാദൽ ബൈത്തു ശിആറൻ ഹാമ്മൻ യുറദ്ദിദു ബിഹി ഫി സൗറാത്തിർ റബീഇൽ അറബി. അറബ് ലോകത്തുണ്ടായ അറബ് വസന്ത വിപ്ലവങ്ങൾ, ആ വിപ്ലവ സന്ദർഭത്തിലെല്ലാം ആവർത്തിച്ച് ആ വിപ്ലവകാരികൾ ഏറ്റുപാടിയ വരിയായിരുന്നു ഇദ ശഅബു യൗമൻ അറാദൽ ഹയാത്ത് എന്ന ഈ വരി. അത് ഷാബിയുടെ വരിയാണ്. അഷ്ശാബി കാന അയ്ളൻ മുദർരിസൻ വസഹഫിയൻ വനാശിതൻ ഇജ്തിമാഇയൻ. അദ്ദേഹം അതോടൊപ്പം ഒരു അധ്യാപകനായിരുന്നു, ജേർണലിസ്റ്റായിരുന്നു, ആക്റ്റീവായ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. വലഹുൽ അദീദു മിനൽ അഅമാലിൽ അദബിയ്യ, ധാരാളം സാഹിത്യ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അല്ലത്തി അസ്റത്ത് ഫിൽ അദബി വസ്സഖാഫൽ അറബിയ്യ, അറേബ്യൻ സംസ്കാരത്തെയും സാഹിത്യത്തെയും സ്വാധീനം ചെലുത്തിയവയാണ് അവയൊക്കെ. يعتبر الشابي إحدى الشخصيات الأدبية والثقافة البارزة في تاريخ تونس والعالم العربي. അറബ് ലോകത്ത് തന്നെയും പ്രത്യേകിച്ച് ടുണീഷ്യൻ ചരിത്രത്തിലെയും വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു സാഹിത്യ വ്യക്തിയാണ് അബുൽ ഖാസിം അഷ്ശാബി എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ കവിത നസ്സുൽ ഖസീദ. കവിത പറയുന്നത് ഇദ ശഅബു യൗമൻ അറാദൽ ഹയാത്ത് ഫലാ ബുദ്ദ അൻ യസ്തജീബൽ ഖദർ. ഒരു സമൂഹം എന്നെങ്കിലും ജീവിതത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇദ ശഅബു യൗമൻ അറാദൽ ഹയാത്ത്, അറാദ ഉദ്ദേശിക്കുക, ഫലാ ബുദ്ദ അൻ യസ്തജീബൽ ഖദർ, നിർബന്ധമാണ് അൻ യസ്തജീബൽ ഖദർ, വിധിക്ക് ഉത്തരം നൽകുക, വിധിയോട് പ്രതികരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വിധിയോട് പ്രതികരിക്കാതെ ഒരിക്കലും ഒരു സമൂഹത്തിന് ജീവിക്കാൻ സാധിക്കില്ല. ജീവിക്കണോ, വിധിയോട് അവൻ പ്രതികരിച്ചിരിക്കണം. വലാ ബുദ്ദ ലില്ലൈലി അൻ യൻജലി, എന്നും ഏത് സമയവും ഇരുട്ടല്ലല്ലോ. വലാ ബുദ്ദ ലില്ലൈലി,
രാത്രിക്ക് അനിവാര്യമല്ലയോ അയ്യഞ്ജലി നീങ്ങിപ്പോവുക എന്നുള്ളത്? ഒരു പ്രകാശം അവിടെ ഉണ്ടാവണ്ടേ? വലാബുദ്ദലിൽ ഖൈദി അയ്യൻ ഖസിർ, ബന്ധനങ്ങൾ അത് പൊട്ടിപ്പോകലും നിർബന്ധമാണല്ലോ. എന്നും ഒരാൾ ബന്ധനത്തിൽ, ഒരു വിഭാഗത്തെ ബന്ധനത്തിൽ ചങ്ങലയിൽ ബന്ധിക്കാൻ കഴിയില്ല. ആ ബന്ധനങ്ങൾ പൊട്ടിപ്പോവുക തന്നെ ചെയ്യും. വലാബുദ്ദലിൽ ഖൈദി അയ്യൻ ഖസിർ മല്ലം യുആനിഖുഹു ഷൗഖുൽ ഹയാത്ത്, ഏതെങ്കിലും ഒരുത്തൻ അവനെ ലം യുആനിഖുഹു ഷൗഖുൽ ഹയാത്ത്, ജീവിതത്തോടുള്ള കൊതി അവനെ വാരിപ്പുണരുന്നില്ല എങ്കിൽ തബഖറ ഫീ ജവ്വിഹാ വൻതസർ, ആ ജീവിതത്തിൽ അവൻ ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിലെ ആവി മാത്രമാണ്. അവൻ ആവിയായി പോകും. വൻതസർ, അവൻ മാഞ്ഞു പോകും. അപ്പം ജീവിതത്തോട് ആഗ്രഹമുണ്ടാകുമ്പോഴാണ് തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെക്കെതിരെ പോരാടി പിടിച്ചു നിൽക്കാനും സാധിക്കുക. ജീവിതത്തിൽ കൊതില്ലെങ്കിൽ അവൻ അന്തരീക്ഷത്തിൽ ആവിയായി പോയവനെ പോലെ ആ ജീവിതമാകുന്ന അന്തരീക്ഷത്തിൽ അവൻ നീരാവി മാത്രമാണ്. ഫവൈലുൽ ലിമൻ ലം തുശഖുൽ ഹയാത്ത്, ജീവിതത്തിൽ ഒരാളെ പ്രയാസപ്പെടുത്തുന്നില്ല എങ്കിൽ മിൻ സഫ്അത്തിൽ അദം, ഇല്ലായ്മ ചെയ്യുന്ന, ഇല്ലാതെയാക്കുന്ന പ്രഹരം കൊണ്ട് ജീവിതത്തിൽ ഒരാളെ പ്രയാസപ്പെടുത്തുന്നില്ല, അലോസരപ്പെടുത്തുന്നില്ല എങ്കിൽ അവന് നാശം. ഫവൈലുൽ ലിമൻ ലം തുശഖുൽ ഹയാത്ത് മിൻ സഫ്അത്തിൽ അദമിൽ മുൻതസിർ, അവന് വിജയിക്കുമായിരുന്നു, അവന് മുന്നേറെ വിജയിക്കാമായിരുന്നു. പക്ഷേ ആ വിജയത്തിലേക്കെത്താൻ അവൻ്റെ മുന്നിൽ കാലം അവനെ പ്രഹരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രഹരത്തിൽ അവനെ ബുദ്ധിമുട്ടിക്കുന്നില്ല എങ്കിൽ, അലോസരപ്പെടുത്തുന്നില്ല എങ്കിൽ അവൻ നാശം. അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞ് അതൊക്കെ ഏറ്റെടുത്ത് അത് ഒരു പ്രയാസമില്ല, ഞാൻ ക്ഷമിച്ചോളാം സഹിച്ചോളാം പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഫവൈലുൻ, അവന് നാശം. ഖദാലിക ഖാലത്തിൽ യൽ കായിനാത്ത്, ലോകം എന്നോട് അങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്, ഈ പ്രപഞ്ചം എന്നോട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. വഹദ്ദസനി റൂഹുൽ മുസ്തതിർ, ഈ പ്രപഞ്ചത്തിൻ്റെ മറഞ്ഞുകിടക്കുന്ന ആത്മാവ് എന്നോട് അപ്രകാരമാണ് സംസാരിച്ചിട്ടുള്ളത്. അമല്ലാ യുഹിബ്ബു സുഊദൽ ജിബാൽ, ആരെങ്കിലും പർവ്വതങ്ങളുടെ ഉച്ചികളിലേക്ക് കയറിപ്പോകുന്നത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ യഇഷ് അബദദ്ദഹ്രി ബൈനൽ ഹുഫർ, അവൻ എല്ലാ കാലവും അവൻ പടുകുഴിയിൽ ജീവിക്കേണ്ടവനായിരിക്കും. അപ്പോൾ മല കയറാൻ ആഗ്രഹമില്ലെങ്കിൽ, ഇഷ്ടമില്ലെങ്കിൽ പിന്നെ കുഴിയിൽ ജീവിച്ചോട്ടെ. ഫഅജ്ജത് ബിഖൽബി ദിമാഉ ശബാബ്, അതേ യുവത്വത്തിൻ്റെ തിളക്കുന്ന രക്തം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ലോകത്തിൻ്റെ മാറ്റത്തിനു വേണ്ടി, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ഈ ബന്ധനങ്ങളിൽ നിന്ന് മോചനത്തിനു വേണ്ടി. ഫഅജ്ജത് ബിഖൽബി ദിമാഉ ശബാബ്, യുവത്വത്തിലെ തുളുമ്പുന്ന രക്തം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിട്ടുണ്ട്. വളജ്ജത്ത് ബിസദ്രി റിയാഹുൻ ഉഖർ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ നെഞ്ചകത്തിൽ മറ്റു പല മുന്നേറ്റങ്ങളുടെ കാറ്റുകളും ശബ്ദമുയർത്തി വിട്ടിട്ടുണ്ട്. ഞാൻ ചെവിയോർത്ത് കാതോർത്ത് മിണ്ടാതെ നിന്നു ആ ഇടിനാദത്തിന് വേണ്ടി, ശക്തമായ ഇടിനാദം കേൾക്കാൻ വേണ്ടി. കാറ്റടിക്കുന്ന ശബ്ദവും മഴ പെയ്യുന്ന പുതുമഴയുടെ ശബ്ദവും കേൾക്കാൻ ഞാൻ എൻ്റെ കാതോർത്ത് മിണ്ടാതെ നിന്നു. അതേ മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന യാഥാർത്ഥ്യങ്ങളെ അവതരിപ്പിച്ച് സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആ നിലക്ക് സംസാരിക്കുന്ന ഒരു കവിതയാണ് ഇറാത്തുൽ ഹയാത്ത് എന്ന കവിത. എൻ്റെ ഷർഹുൽ ഖസീദ് നോക്കാം. തുഅദ്ദു ഖസീദ് ഇറാത്തുൽ ഹയാത്ത് മിൻ അഹമ്മി ഖസായി ഷാഇർ ഖദ്റാ അബുൽ ഖാസിം അശ്ശാബി. ഇറാദത്തുൽ ഹയാത്ത് എന്ന ഈ കവിത ഷാഇറുൽ ഖദ്റാ എന്ന പേരുള്ള അബുൽ ഖാസിം അശ്ശാബിയുടെ പ്രസിദ്ധമായ കവിതയായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. ഫഹിയ തദല്ലു ഖാലിദതൻ ഹത്ത യൗമിനാ ഹാദാ, അത് ഇന്നും നമ്മുടെ ഈ കാലം വരെയും ശാശ്വതമായി നിലകൊള്ളുന്നു. വസുമ്മിയത്ത് ഐളം ബി ഖസീദത്തിൻ ഇദ ശഅബു യൗമൻ അറാദൽ ഹയാത്ത് നിസ്ബത്തൻ ഇലാ മത്ലഇൽ ഖസീദ. ഈ കവിത, ആ കവിതയുടെ ആദ്യ ഭാഗമായി ഇദ ശഅബു യൗമൻ അറാദൽ ഹയാത്ത് എന്ന വരിയിലേക്ക് ചേർത്തിക്കൊണ്ട് ആ പേരിലും അറിയപ്പെടുന്നുണ്ട്. വയുവജ്ജിഹു അബുൽ ഖാസിം അശ്ശാബി ഫി ഖസീദത്തിഹി റിസാലത്തുൽ അശ്ശാബി തൂനിസി, തുണീഷ്യൻ ജനതയിലേക്കുള്ള ഒരു റിസാലയാണ് ഈ കവിതയിലൂടെ കവി സമർപ്പിക്കുന്നത്, ഒരു സന്ദേശം. ഖുസൂസൻ, പ്രത്യേകിച്ചവർക്ക്, വഇല ശുഊബി ആമത്തൻ, അതുപോലെ മറ്റു എല്ലാ സമൂഹങ്ങൾക്കും. യഅതി മുഹ്തവ ഖസീദത്തിഹി ബിൽ ഹദീസി അൻ ഇറാദത്തി ശുഊബി. ഈ കവിതയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് അദ്ദേഹം സംസാരിക്കുകയാണ് എന്നതിനെക്കുറിച്ച്, അൻ ഇറാദത്തി ശുഊബി, സമൂഹത്തിൻ്റെ താല്പര്യത്തെക്കുറിച്ച്. ഫി തഗ്യീരിൽ ആലം, ലോകം മാറണമെന്ന താല്പര്യം. വതഹഖീഖിൽ മുസ്തഹീൽ വൽ മുഅ്ജിസാത്ത്, അതേപോലെ അസംഭവ്യമായതെല്ലാം യാഥാർത്ഥ്യമാകുമെന്നതിനെക്കുറിച്ച്. വതതഹദ്ദസു അൻ ഇറാദത്തിൽ ഹയാത്തിൻ നാബിഅ മിനൽ ഖൽബ്, ഈ ഒരു മാറ്റത്തിൻ്റെ പ്രതീക്ഷ ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വല്ലത്തിഹി അസാസു തഗ്യീർ, ഹൃദയത്തിലാണല്ലോ ആദ്യം മാറ്റം വേണ്ടത്. യഖൂലു ഷാഇർ ഇന്നനാ ഇദ അംതലക്ന അൽ ഇറാദ വൽ അസീമ
നമുക്ക് ഉറച്ച തീരുമാനവും ലക്ഷ്യവും ഉണ്ടെങ്കിൽ കവി പറയാണ് ഫഇന്ന ജമീ അൽ അഖബാതി സൗഫ തസൂൽ, എല്ലാ കടമ്പകളും മുന്നിൽ നിന്ന് നീങ്ങിപ്പോകും. വൽ ഖുയൂദ് സൗഫ തൻകസിർ, എല്ലാ ബന്ധനങ്ങളും പൊട്ടിപ്പോകും. വല്ലലാമു സയൻകശിഫ്, ഇരുട്ട് നീങ്ങിപ്പോകും. വലാകിന്നല്ലദി യഅ്ലിഫുൽ ഖൈദ ഫി യദിഹി, എന്നാൽ ഏതൊരുത്തൻ്റെ കൈകളിലെ ബന്ധനങ്ങൾ അവനുമായിട്ട് കൂടി ഇണങ്ങിച്ചേർന്നുവോ, വല്ലലാമു ഫി ഐനൈഹി, കണ്ണുകൾ ഇരുട്ട് അവനിൽ പരിചിതമായി തീർന്നുവോ, വലാ യഅഖുദുഹു ഷൗഖുൽ ഹയാത്ത് ലിൽ ഇന്തിലാഖ്, ജീവിത കൊതി ഒരാളിൽ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിത്തീർന്നുവോ, സൗഫ യതലാശ വയുസ്ബിഹു കൽ അദം, അവൻ അപ്രത്യക്ഷമായി തീരും, അവൻ തന്നെ ഇല്ലാത്ത അവസ്ഥയിലായി മാറുകയാണ്. ഇങ്ങനെയൊക്കെ ആയിത്തീർന്നാൽ ഫഹാദ മഖാലത്തുൽ കായിനാതു ലഹു അൻ സിറിൽ ഹയാത്ത്, ജീവിത രഹസ്യത്തെക്കുറിച്ച് ഇതാണ് പ്രപഞ്ചം, ഈ ലോകം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്. മിൻ ഖിലാലി ഉസ്ലൂബി ഷർത്ത് യഖൂലു ഷാഇർ, അദ്ദേഹത്തിൻ്റെ കവിത കുറേ നിബന്ധനകൾ വെക്കുന്ന രൂപത്തിലാണ്. അങ്ങനെയായാൽ എന്ന് പറയുന്ന ഷർത്ത് ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിലൂടെ കവി പറയാണ്, ഇന്നല്ലദീ ലാ യജ്തഹിദു വലാ യുഹാവിൽ സുഊദൽ ജിബാൽ, മല കയറാൻ, പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ശ്രമിക്കാത്തവൻ, പ്രയത്നിക്കാത്തവൻ, അല മശഖത്തിഹ, അത് വളരെ പ്രയാസമാണ്, ആ പ്രയാസങ്ങൾ താണ്ടിക്കടക്കാത്തവൻ, സൗഫ യഈശു ബൈനൽ ഹുഫർ, അവൻ പിന്നീട് പടുകുഴിയിലാണ് ജീവിക്കുന്നത്. മശഖത്തു ഹാദ അക്ബർ, ഈ പ്രശ്നമാണ്, ഈ പ്രതിസന്ധിയാണ് ഏറ്റവും വലുത്. ലിഅന്ന വുസൂലക ലിഖിമ്മത്തിൽ ജബൽ, കാരണം മലയുടെ ഉച്ചിയിലെത്തുക എന്നുള്ളത് സൗഫ തുൻസീക തഅബ് വൽ ജുഹദ്, പിന്നീട് നിൻ്റെ ഈ പ്രയത്നം നിന്നെ മറപ്പിച്ചു കളയാം. വഅമ്മ സുകൂനു ബൈനൽ ഹുഫർ മശഖ ദായിമ, എന്നാൽ നീ കുഴിയിൽ ജീവിക്കുമ്പോൾ കാലാകാലം നീ ആ പ്രശ്നവും താണ്ടി ജീവിക്കേണ്ടി വരികയാണ്. വശാഇറു സഅലൽ അർള, ഭൂമിയോട് കവി ചോദിക്കുന്നുണ്ട് മാറ്റത്തെക്കുറിച്ച്. വഹിയ അജാബത്ത്, അത് മാറ്റത്തെ നൽകി. ബിഅന്നഹ ലാ തക്റഹു കുല്ലൽ ബശർ, കാരണം ആ ഭൂമി പോലും എല്ലാ മനുഷ്യന്മാരെയും വെറുക്കുന്നില്ല. അവിടെ മഴ പെയ്യുന്നുണ്ട്, അവിടെ ഇടി വരുന്നുണ്ട്. ബൽ തുഹിബ്ബു അഹ്ല തുമൂഹി വതക്റഹു മൻ യഈശു കഅന്നഹു ഹജർ ഫീ സുകൂനിഹി ലാ ഗായത ഇൻദഹു വലാ അമൽ. അപ്പോൾ ലാ തക്റഹു കുല്ലൽ ബശർ, ഭൂമിയാകട്ടെ എല്ലാ മനുഷ്യരും വെറുക്കുന്നില്ല. ബൽ തുഹിബ്ബു, എന്നാൽ ഭൂമി ഇഷ്ടപ്പെടുന്നു. അഹ്ല തുമൂഹ്, പ്രതീക്ഷയുള്ള ആഗ്രഹമുള്ളവരെ. വതക്റഹു മൻ യഈശു കഅന്നഹു ഹജർ, കല്ലുകളെ പോലെ ജീവിക്കുന്നവരെ ഭൂമി പോലും വെറുക്കുന്നു. ഫീ സുകൂനിഹി, ആ ഹജർ പോലെയാണ് ഫീ സുകൂനിഹി, അവൻ്റെ ഇരുത്തത്തിലും നടത്തത്തിലൊക്കെ. ലാ ഗായത ഇൻദഹു വലാ അമൽ, യാതൊരു പ്രതീക്ഷയും ലക്ഷ്യവും അവൻ്റെ അടുക്കലില്ലാതെ കല്ലിനെപ്പോലെ നിൽക്കുന്ന അത്തരം ആളുകളെ ഭൂമി പോലും വെറുക്കുന്നു എന്ന് കവി പറയാണ്.